നമസ്കാരം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഡേ 8 ചലഞ്ചിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. കാര്യം എന്താ അറിയാമോ, നമ്മൾ കുറേ ദിവസമായിട്ട് മണി അബണ്ടൻസ് ചലഞ്ചിലാണ്. എത്ര ദിവസമായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എത്ര ദിവസത്തെ വീഡിയോ എയർ ചെയ്ത് കഴിഞ്ഞു? 7 days കഴിഞ്ഞു. അപ്പോൾ 8ാമത്തെ വീഡിയോ ആണ്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ്? ഇന്നലത്തെ ഒരു എക്സസൈസിൽ നമ്മൾ ചെയ്തത് എന്താണെന്നറിയാമോ, കാശുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് 108 ടൈംസ് നമ്മൾ എഴുതി വെച്ചത്. നിങ്ങൾക്കിങ്ങനെ 2 ദിവസം ഓരോ ദിവസവും നിങ്ങളോട് പറഞ്ഞു അടുത്ത 48 hours എഴുതുക അല്ലെങ്കിൽ പറയുക. കാര്യം എന്താ, എനിക്ക് പൈസ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എഴുതണം, അതിൻ്റെ കൂടെ തന്നെ പറയാനുമാണ് പറഞ്ഞത്. 2 കാര്യം പറഞ്ഞു. 108 ടൈംസ് എഴുതാൻ പറഞ്ഞു, എഗെയിൻ 48 hours പറയാൻ പറഞ്ഞു. കാര്യം എന്താ, പൈസ ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. എൻ്റെ കയ്യിലേക്ക് പൈസ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഫ്ലോ ചെയ്യുവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അസൈൻമെൻറ്റ്. ഇന്നത്തെ ഒരു അസൈൻമെൻറ്റ് എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഒരു 8 day ചലഞ്ചിൽ നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അധികം മനുഷ്യർ നമ്മളെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഒത്തിരി നമ്മൾക്ക് ഗിഫ്റ്റ് തരണം, ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരു സമ്മാനം തന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര അടിപൊളിയായേനെ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ, നമ്മൾക്ക് പരിചയമുള്ള ഒരാളാവാം, പരിചയമില്ലാത്ത ഒരാളാവാം, ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആവാം. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഒരു നന്മ പ്രവൃത്തി. ചിലപ്പോൾ ഒരാളുടെ ഒരു ലഞ്ച് റാണ്ടത്തിൽ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ്സോ എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ യു ഗിവ് മണി ഓ യു ഗിവ് സം ടൈം, എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് ഇന്നത്തെ അസൈൻമെന്റ്. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഏറ്റവും സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് കൊടുക്കണം. അയ്യോ എൻ്റെ പൈസ പോയല്ലോ, അത് അങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോൾ ഒരാളുടെ ഒരു ട്യൂഷൻ ഫീ ആവും. ഇപ്പോൾ നമുക്ക് ജൂണാണ് വരാൻ പോണത്. പല കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കാനായിട്ട് ബുക്സ് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഉണ്ടാവില്ല, ബാഗ് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. നമുക്കറിയാം പല ആൾക്കാർക്കും ഒത്തിരി പ്രതിസന്ധി കൂടിയാണ് പോണേ. അപ്പോൾ അവർക്ക് ഈ ഒരു ചിന്ന സഹായമായിരിക്കും, പക്ഷെ നമ്മൾക്കത് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ബ്ലെസ് ചെയ്തത് ചെയ്യുക. അപ്പോൾ താഴെ ഐ വോണ്ട് യു ടു കമൻറ്റ്, നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പല ഇങ്ങനെ സർപ്രൈസായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു ലേഡിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയാനായിട്ടൊരു ബുദ്ധിമുട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ബേസ് ചെയ്തു. അപ്പോൾ അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ആ ആൾക്ക് അങ്ങനെയുള്ളൊരു ലെവലിൽ അന്ന് ആ ഒരു പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പൈസ കിട്ടിയപ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. എഗെയിൻ ഞാൻ ഈ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലൊക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ചില ലേഡീസ് നല്ല വയസ്സായിട്ട് അവർക്ക് പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കൈ കൊണ്ട് ഒരു 500 rupees ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിക്കില്ല. 500 rupees ഒരു 10 rupee 20 rupee ഒക്കെ അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്കൊരു 500 അല്ലെങ്കിൽ 2 500 notes ഒക്കെ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കണ്ണിൽ തിളങ്ങണ ഒരു ചിരിയും സന്തോഷവും. അത് ഭയങ്കര വലിയ കാര്യം. മമ്മി എന്നെ കൊണ്ട് പലതവണ അത് പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ എന്നെ കൊണ്ട് കൊടുപ്പിക്കുമായിരുന്നു. ആസ് എ ചൈൽഡ് ഗ്രോയിങ് അപ്പ് അത് വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു ചില ആൾക്കാർ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ചില സമയത്ത് സാധനം വാങ്ങാൻ പോകും. അപ്പോൾ എനിക്കറിയാം അവർക്ക് വലിയ പൈസയൊന്നുമില്ല, അപ്പോൾ ബാക്കി വാങ്ങില്ല. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവില്ലേ? അങ്ങനെ പല ലെവലിൽ നമ്മൾക്ക് ഇങ്ങനെ ആൾക്കാരെ സർപ്രൈസ് ചെയ്യാം, അവരൊരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് മാറാം. അപ്പം നിങ്ങൾ ഈ ഒരു എക്സസൈസ്, ഇതിന് ഇത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയൊരു പ്രവൃത്തി. ചിലപ്പോൾ ചോക്ലേറ്റ് ആയിരിക്കാം, ഒരു ബുക്ക് കൊടുത്തതാവാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക എന്നതാണ് ഇന്നത്തെ അസൈൻമെന്റ്. എന്നിട്ട് താഴെ നിങ്ങൾ എഴുതിയ ഐ ഗിഫ്റ്റഡ് ടു എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് താഴെ. ഇവിടുത്തെ ഫ്ലവേഴ്സ് കാണിച്ചിട്ടുണ്ട്. സ്കോട്ട്ലൻഡ് ബയോ. ഞങ്ങളിപ്പോൾ ഇതൊരു ബോട്ടണിക്കൽ ഗാർഡനാണ്. ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു റിച്ച് അബണ്ടൻസ് ചാലഞ്ചിന്റെ ഡേ 8 കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ട കൺട്രി നിങ്ങളൊന്ന് മാർക്ക് ചെയ്തോട്ടെ. കാര്യം എന്താ, നമ്മൾ അബണ്ടൻസിലേക്കാണ് ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്കോട്ട്ലൻഡിൽ തന്നെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ വിഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് ലിങ്ക് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചലഞ്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക.